സംഘം വൈപ്പിൻ മണ്ഡലം നേതൃത്വ പഠന ക്യാമ്പ് കൊടുപ്പുള്ളി സാറിന ജൂബിലി ഹാളിൽ വെച്ച് നടന്നു. കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം പ്രജാപതി പ്രകാശൻ പതാക ഉയർത്തി. CPI വൈപ്പിൻ മണ്ഡല സെക്രട്ടറി സഖാവ് KR ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള മഹിളാ സംഘം വൈപ്പിൻ കമ്മിറ്റി അംഗം സഖാവ് CA കുമാരി അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ നിർവഹിച്ചു. IAL എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കബനി ദിനേശ് പഠന ക്ലാസ് നയിച്ചു. ജിൻഷ കിഷോർ, താര ദിലീപ്, ജയ അരുൺകുമാർ, S ശ്രീകുമാരി, NK ബാബു, PS ഷാജി, PP ശശിധരൻ എന്നിവർ പങ്കെടുത്തു. കേരള മഹിളാ സംഘം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നന്ദിയും പറഞ്ഞു. കേരള മഹിളാ സംഘം സിന്ദാബാദ്. മണ്ഡലം ക്യാമ്പ് സിന്ദാബാദ്. മണ്ഡലം ക്യാമ്പ് സിന്ദാബാദ്. NFW സിന്ദാബാദ്. NFW സിന്ദാബാദ്. കേരള മഹിളാ സംഘം സിന്ദാബാദ്. ക്യാമ്പുകൾ സംസ്ഥാന തലം മുതൽ താഴെത്തട്ടിലേക്ക് നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പതാക ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരള മഹിളാ സംഘത്തിൻ്റെ വൈപ്പിൻ മണ്ഡലത്തിലെ മുതിർന്ന നേതാവായിട്ടുള്ള സഖാവ് പ്രജാപതി പ്രകാശനെ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞത് സഖാവിന്റെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പൊതുജന സംഘടനകൾക്കും നികത്താനന്ദ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സഖാവിന്റെ വോട്ടുകൾക്ക് മുന്നിൽ രക്തവെപ്പുകൾ അർപ്പിച്ചുകൊണ്ട് ക്യാമ്പ് രേഖപ്പെടുത്തി. 30/7/2024 വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്കും ഇക്കാലയളവിൽ നമ്മിൽ വിട്ടുപിരിഞ്ഞു പോയ കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സ്മരണയ്ക്കും ക്യാമ്പ് അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ക്യാമ്പാണ് ഇവിടെ നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ മഹിളാ സംഘമാണ് തീരുമാനിച്ചതെങ്കിൽ അന്ന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെല്ലാ മഹിളാ സംഘത്തിൻ്റെയും മണ്ഡല സമ്മേളനങ്ങളും പൂർത്തീകരിക്കണമെന്നുള്ള കട്ടോഫ് ഡേറ്റാണ് എന്ന ശാസ്ത്രീയെ ശിരസാവശിച്ചുകൊണ്ടാണ് പ്രവൃത്തി ദിവസമായ അവസാന ദിവസം
ആ തീരുമാനമെടുക്കുമ്പോൾ തന്നെ മദ്രാസംഘത്തിൻ്റെ മണ്ഡലത്തിലെ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞതാണ് 30-ാം തീയതി ഒരു ക്യാമ്പ് നടത്താൻ യോജിച്ച ദിവസമല്ല, അത് മാറ്റിക്കൊടുക്കുക നേതൃത്വമായിട്ട് ആരംഭിച്ചുകൊണ്ട് 4-ാം തീയതിയും 11-ാം തീയതി അത് മാറ്റിവെക്കാൻ ഒരു തീരുമാനം എടുപ്പിക്കുക എന്ന നിർദ്ദേശം പറഞ്ഞിരുന്നു. ഇല്ല, 30-ാം തീയതിക്കുള്ളിൽ തന്നെ നടത്തണമെന്ന കർശന തീരുമാനമാണ്. സംസ്ഥാന സെക്രട്ടറിക്ക് അന്നേ സൗകര്യം ഉണ്ടാകുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ സൗകര്യം അനുസരിച്ചാണ് 30-ാം തീയതി ക്യാമ്പ് നടത്താൻ തീരുമാനം. ഇന്ന് സംസ്ഥാന സെക്രട്ടറി ക്യാമ്പിൻ്റെ അവസ്ഥ ഈ ജില്ലയിൽ നിന്ന് ആഗസ്റ്റ് മാസം 16-ാം തീയതി എറണാകുളത്തെ മണ്ഡലം ക്യാമ്പ് നടക്കുകയാണ്. ഇതിനാര് നിർദ്ദേശം കൊടുക്കാനാണെങ്കിൽ വൈറ്റ് മണ്ഡലത്തിൽ എല്ലാവർക്കും പറഞ്ഞത് ശരിയാണ്. ഞായറാഴ്ച ദിവസങ്ങളിലേക്ക് നമ്മൾ അവസ്ഥയിലേക്ക് പ്രത്യേകത അറിയാം, അവരുടെ തൊഴിലിൻ്റെ സ്വഭാവം ഇതെല്ലാം സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനും സംഘടനയിലെ പ്രവർത്തനങ്ങളുടെ കുറവുകൾ പരിശോധിച്ചുകൊണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ദിവസം നമ്മൾ ചോദിച്ചതായില്ല, നമ്മളത് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ കാലാവസ്ഥ കുറച്ചുപേരും കൂടി വരും. 40 പേരെയാണ് ഈ ക്യാമ്പിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. 40 പേരെയാണ്. ഏതാണ്ട് 27-30 പേരെ ആയിട്ടുണ്ട്. 10 പേരും കൂടി എത്തുമെന്നാണ് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന്റെ ലക്ഷ്യം വൈപ്പിൻ മണ്ഡലത്തിലെ മദ്രാസ് സംഘത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇലക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ പിന്നീട് അടുത്ത കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് ജൂലൈ 30-നകം തന്നെ ക്യാമ്പ് പൂർത്തീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ 30-ന് തന്നെ ലാസ്റ്റ് 28-ാം തീയതി നമ്മളുടെ മുഖ്യമന്ത്രി അച്ഛനമ്മേനവന്റെ പ്രതിമ പോകുന്ന നമ്മൾ എറണാകുളത്തിന് സ്വീകരണം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച സ്ത്രീകൾക്ക് ഞായറാഴ്ചകളെല്ലാം ചെറിയ ചെറിയ ജോലിക്കും എല്ലാം പോകുന്നവരൊക്കെയാണ്. അപ്പൊ ഞായറാഴ്ചകളിലാണ് നമുക്ക് കൂടുതൽ ഒരു പങ്കാളിത്തം ഉറപ്പിക്കാറുള്ളത്. നമ്മളങ്ങനെ ഞായറാഴ്ചകൾ തീരുമാനിച്ച ഞായറാഴ്ചകളെല്ലാം നമ്മുടെ മേ കമ്മിറ്റിയിൽ നിർദ്ദേശം ജൂലൈ 30-ന് തന്നെ അത് നടത്തണമെന്നുള്ള നിർദ്ദേശം കൂടി വെച്ചതുകൊണ്ടാണ് നമ്മൾ ഈ വർക്കിന്റെ 30-ാം തീയതി തന്നെ നമ്മളത് നടത്തിയത്. നമ്മുടെ തീരുമാനമുണ്ട്. നമ്മൾ തീരുമാനം ശാസ്ത്രസംഘം കൂടി തീരുമാനമെടുത്ത് അത് നടത്തണമെന്നുള്ള ഇതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ നോട്ടീസ് അടക്കം ഫ്ലെക്സ് ബോർഡ് അടക്കം നമ്മൾ നേരത്തെ ആ ഡേറ്റ് വെച്ച് തന്നെ അടിക്കുകയും ചെയ്തു. ഇപ്പൊ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയും വന്നു ചേർന്നു. നമ്മുടെ സംഘടനയെന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ നമ്മുടെ സ്ത്രീകളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയങ്ങളും അതുപോലെ കുട്ടികളുടെ അതുപോലെ നമ്മുടെ സമൂഹത്തിലുണ്ടാവുന്ന എല്ലാ പ്രതികൂല സംഭവങ്ങൾക്കെതിരെയെല്ലാം നമ്മൾ ശക്തമായിട്ട് പോരാടുന്ന ഒരു സംഘടനയാണ്. നമ്മുടെ ദേശീയ സെക്രട്ടറി എന്ന് പറയുന്ന ആനിരാജ സഖാവാനിരാജ, നിങ്ങളെല്ലാവരും പലപ്പോഴും പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം കാണുകയും എല്ലാം മണിപ്പൂരിയുടെ ലാസ്റ്റ് മണിപ്പൂരിയുടെ നമ്മുടെ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് നടക്കുന്ന വിഷയങ്ങളെല്ലാം നേരിട്ട് ധൈര്യസമയം കയറി ചെന്ന ഒരു ഇന്ത്യയിലെ തന്നെ ഏക വനിതാ നേതാവാണ് സഖാവാനിരാജ. ആ സഖാവ് നയിക്കുന്ന സംഘടന അഖിലേന്ത്യാ മഹിളാ ഫെഡറേഷൻ, അതിന്റെ ഘടകം കേരള എല്ലാ സംസ്ഥാനങ്ങളും അതിന്റെ ഒരു ഘടകങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കേരള മഹിളാ സംഘം അത് കേരളത്തിൽ നമ്മൾ ആ പ്രവർത്തനങ്ങളിൽ തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ പല വിഷയങ്ങൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളായാലും സമൂഹം അനുഭവിക്കുന്ന വിഷയങ്ങളായാലും അതിലെല്ലാം നമ്മൾ നമ്മുടെ കേരളത്തിലെ ശക്തമായ നേതൃത്വങ്ങളും എല്ലാം ഇടപെട്ടുകൊണ്ട് തന്നെ കമല ചേച്ചി നമ്മുടെ ഈ സമ്മേളനം കഴിഞ്ഞ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് കമല ചേച്ചിയാണ്. ഇവിടെ എത്താൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രിയങ്കര ജില്ലാ സെക്രട്ടറി സാഹചര്യം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ കമല ചേച്ചി അടക്കം നമ്മുടെ കേരളത്തിലെ മുതിർന്ന ശിവമാരി ചേച്ചി അടക്കം പല വിഷയങ്ങളിലും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൈപ്പിൻ മണ്ഡലത്തിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ നമ്മുടെ ഈ സമ്മേളനമായിട്ട് നമ്മുടെ ഈ കമ്മിറ്റി ചാർജ് ചെയ്തതിനു ശേഷം നിരവധി വിഷയങ്ങൾ സ്ത്രീകൾക്കെതിരെ കുട്ടികൾക്കെതിരെയെല്ലാം ഉണ്ട്. നമ്മൾ അതിനെല്ലാം എവിടെയൊക്കെ സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷനിലായാലും അതുപോലെ തന്നെ പ്രതിഷേധിക്കേണ്ട സമര മുഖങ്ങളിലൂടെ പ്രതിഷേധിക്കേണ്ടതാണ്. അതിനെല്ലാം നമ്മൾ ശക്തമായി ഇടപെട്ടുകൊണ്ട് പ്രതിഷേധിച്ചു
ബന്ധപ്പെട്ട് ഒന്ന് സ്ത്രീകൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പോരാട്ടവും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ക്യാമ്പിൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ മണ്ഡലം അടിസ്ഥാനത്തിലുള്ള കേരളന്മാരുടെ പണ്ടേ ക്യാമ്പ് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വൈപ്പിൻ മണ്ഡലം ക്യാമ്പ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ അധ്യക്ഷ സഖാവ് കുമാരി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ അധ്യക്ഷ ദേവി കേരള മഹിളാ സംഘത്തിൻ്റെ നാഷണൽ കൗൺസിലംഗവും അതുപോലെ ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും മണ്ഡലം സെക്രട്ടറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയും അതുപോലെ തന്നെ കേരള മഹിളാ സംഘത്തിൻ്റെ നേതാവും ആയിട്ടുള്ള സെക്രട്ടറി അംഗവും അതുപോലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കൾ നമ്മുടെ അധ്യക്ഷ വേദിയിൽ സന്നിഹിതരായിരുന്നു. അവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ ഇവിടെ എത്തിയത് ഇപ്പോൾ സഖാവ് ES സിജിമോൾ നമ്മുടെ കേരള മഹിളാ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ കേരള മഹിളാ സംഘത്തിൻ്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് സഖാവ് കമലാ സദാനന്ദൻ ഇവിടെ പങ്കെടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉള്ളതുകൊണ്ട് സഖാവ് കമലാ സദാനന്ദന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ബിജിമോൾക്ക് എത്തിച്ചേരാൻ കഴിയാതിരുന്നത് ഇന്ന് സഖാവ് C അച്യുതമേനോന്റെ പൂർണ്ണകാലിക പ്രതിമ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിന് സമീപത്ത് അത് സ്ഥാപിക്കുകയാണ്. ആ യോഗത്തിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ബഹുജന സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹികൾ, കേരളത്തിലെ 14 ജില്ലാ സെക്രട്ടറിമാർ പങ്കെടുക്കുന്ന യോഗമാണ് ഇന്ന് സഖാവ് വിനയ് വിശ്വം അവിടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നു. ഞാൻ ഇവിടെ പങ്കെടുക്കാനിടയായ സാഹചര്യം ജില്ലയിലെ കേരള മഹിളാ സംഘത്തിൻ്റെ ചുമതല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കാണ്. അതുപോലെ നമ്മുടെ മണ്ഡലങ്ങളുടെ ചുമതല പാർട്ടി മണ്ഡല സെക്രട്ടറിമാർക്കാണ്. അപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിമാർ ചുമതല വഹിക്കുന്ന സംഘടന അതിൻ്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തി പോരായ്മകൾ പരിഹരിച്ച് സജീവമായ ഒരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് നടക്കാൻ കഴിയും. നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായ ഓരോ പ്രശ്നങ്ങളിലും ആരെക്കാളും മുൻപ് നമ്മൾ പരിഹരിക്കാനും സമരം ചെയ്യുകയാണെങ്കിൽ സമരം ചെയ്യാനും ഒക്കെ ഒട്ടനവധി മാർഗങ്ങൾ സ്വീകരിച്ച് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് കേരള മഹിളാ സംഘം. ഇപ്പോൾ ഇവിടെ നമ്മളിരിക്കുമ്പോൾ കഴിഞ്ഞ BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പാർലമെൻറ്റിനകത്ത് സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിലേക്കുള്ള സംവരണം പ്രഖ്യാപിച്ചു. എന്നാൽ ആ സംവരണം ഏത് കാലത്ത് നടപ്പിലാക്കും എന്നത് സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ എത്രയോ കാലമായി സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം നടത്തുന്ന സംഘടനയാണ് NFIW എന്ന് പറയുന്ന നമ്മുടെ ദേശീയ സംഘടന, കേരളത്തിലെ മഹിളാ സംഘടന. എന്നാൽ ആ പോരാട്ടത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെങ്കിലും അത് തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടി ജനസംഖ്യയിലെ
പകുതിയോളം വരുന്ന സ്ത്രീകളെ തൃപ്തിപ്പെടുത്താനും അവരുടെ പരമാവധി വോട്ടുകൾ തട്ടിയെടുക്കാനും വേണ്ടുന്ന ഒരു തന്ത്രമായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.